എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ വാഴയില, വട്ടയില, വഴണയില ഇതെല്ലാം വെച്ച് അട ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഞാനിന്ന് ഔഷധ ഗുണമുള്ള മഞ്ഞളിൻ്റെ ഇല വെച്ചിട്ടാണ് അടയുണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് മഞ്ഞളിൻ്റെ ഇല പറിച്ച് കഴുകിയെടുക്കാം. നല്ല നീളമുള്ള ഇലയാണ്. നന്നായി കഴുകിയെടുക്കണം. ചിലന്തി വലയോ മറ്റ് പ്രാണികളോ എന്തെങ്കിലുമൊക്കെ കാണും. നന്നായി കഴുകിയെടുത്തൊന്ന് നീളം കൂടിയ ഇലയായതുകൊണ്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇലയുടെ അറ്റവും മുറിച്ച് മാറ്റാം. ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചു. ഇനി നമുക്ക് 250 ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അരിച്ചെടുക്കാനുള്ളതാണ്. അവിടെ ഇരിക്കട്ടെ. ഇനി 3 കപ്പ് അരിപ്പൊടി, അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 3 കപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പൊടിയൊന്ന് വേവുകയും ചെയ്യും. അതിനുശേഷം ചെറു ചൂടോടുകൂടി നമുക്ക് കൈക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ഭാഗത്തിന് നന്നായി കുഴച്ചെടുക്കാം. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. നന്നായി കൈവച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അല്പം ലൂസോടുകൂടി കുഴച്ചെടുക്കാം. അപ്പോഴാണ് അട നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. കുഴച്ച് വെച്ചു. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം ഫില്ലിംഗ് റെഡിയാക്കാം. 5 ഏലക്ക, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 മുറി തേങ്ങയും വേണം. ഒരു ഏത്തപ്പഴം കൂടെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇനി മെൽറ്റ് ചെയ്ത ശർക്കര ഒരു പാനിലേക്ക് അരിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അഴുക്കൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഈ പാനിലേക്ക് ഒഴിച്ച് തിളയ്ക്കുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏലക്ക, ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. വറ്റി വരുമ്പോൾ ഏത്തപ്പഴം ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് ഓഫ് ചെയ്യാം. ഇനി കൂടുതൽ ചൂടായാൽ കട്ടിയായി പോകും. അതുകൊണ്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കഴുകിയെടുത്ത ഇലയിലേക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തി കൊടുക്കാം. കൈയൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് പരത്താൻ പറ്റും. ഇലയുടെ അറ്റത്തേക്ക് മാവ് പോകരുത്. ഇങ്ങനെ സോഫ്റ്റായിട്ട് പരത്തിയതിന് ശേഷം ഒരു സൈഡിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ശർക്കരയും തേങ്ങയും പഴവും എല്ലാം കൂടെ ചേർത്ത് ഫില്ലിംഗ് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. കൂടുതൽ പരത്തിയാൽ കൂടുതൽ സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കി നോക്കിയാൽ അത്ര ടേസ്റ്റും മണവും ഗുണവുമാണ്. മഞ്ഞളില ധാരാളം ഔഷധ ഗുണമുള്ളതാണ്. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമിഷം കിട്ടുന്നതായിരിക്കും. ഔഷധ ഗുണമുള്ള ഈ മഞ്ഞളിലയിൽ നിങ്ങളിതുപോലെ വല്ലപ്പോഴും ഒക്കെ അടയുണ്ടാക്കി നോക്കണം. അടയെല്ലാം റെഡിയായി. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. വെള്ളം തിളച്ചു വന്നു. ഇനി നമുക്ക് അടയെല്ലാം പെറുക്കി വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ആവി കയറത്തക്ക രീതിയിൽ അടകൾ നിരത്തി വെക്കാം. ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. മൂടി വെക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. അടയെല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. വളരെ ഗുണവും മണവും ഉള്ളതാണ് ഈ മഞ്ഞളിൻ്റെ ഇല. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ടേസ്റ്റിയായ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വൈകുന്നേരത്തെ പലഹാരമായിട്ട് ഉണ്ടാക്കാം. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും നല്ലതാണ്. ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ടേസ്റ്റിയും സോഫ്റ്റുമായ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത് മഞ്ഞളില അടയും ചൂട് അടയും ലെമൺ ടീയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.